പയ്യന്നൂരിൽ ആണ് ജാഥയുടെ ആദ്യ സ്വീകരണ കേന്ദ്രം ഉണ്ടായത്. 10,000 പങ്കെടുത്ത ഒരു ജാഥയായിരുന്നു പയ്യന്നൂരിലെ ജാഥാ സ്വീകരണ പരിപാടി. ജാഥാ സ്വീകരണം കാസർഗോഡ് ജില്ലയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് കണ്ണൂരിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 2.5 മണിക്കൂർ വൈകിയാണ് കാലിക്കടവില് ജാഥ ആദ്യം വരവേറ്റത്. അതിനുശേഷം ജാഥാ ലീഡർ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രൗണ്ടിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് 8 മണിയായിരുന്നു. ഇപ്പൊ ഫലത്തിൽ ജാഥാ നേതാവ് 3 മണിക്കൂറോളം വൈകിയാണ് ജാഥാ കേന്ദ്രത്തിലെത്തിയത്. വൈകി എത്തിയിട്ട് പോലും സ്വീകരണ കേന്ദ്രത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ജാഥാ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി തടിച്ചുകൂടിയത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 3 മണിക്കൂറിലേറെ ജാഥ വൈകിയെത്തിയ ഒരു ജാഥയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പോകും. ആ പോയ സന്ദർഭത്തിൽ ജാഥാ നേതാവിന്റെ പ്രസംഗം അവസാനിക്കാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള കസേരകളുടെ ചിത്രമെടുത്ത് ചിലർ അത് പ്രചരിപ്പിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാധ്യമം തന്നെ അത് ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം തെറ്റാണ്, ദൗർഭാഗ്യകരമാണ് എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പയ്യന്നൂരിലെ ജാഥയിൽ ഒളിഞ്ഞു കിടക്കുന്ന കസേരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പോയതിന് ശേഷം ആ ഫോട്ടോ വെച്ച് റിപ്പോർട്ട് ചെയ്തത് ശരിയല്ല. അങ്ങനെ ഒരു നിലപാട് മാധ്യമപ്രവർത്തനത്തിന് യോജിക്കുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അതൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാഥയ്ക്ക് പൊതുവിൽ നല്ല പ്രചരണം മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ